ഹലോ ഗൈസ്, ഞാൻ കാർത്തിക്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ലെഗസി ഇമ്പോസിബിൾ ആണ്, വിത്ത് നൈറ്റ്മെയർ EXE ആണ്. അപ്പോൾ ഗൈസ് ഹാപ്പി വിഷു എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ വിഷു സ്പെഷ്യൽ വീഡിയോ ആണിത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഞാൻ ഗ്രാനി ലെഗസി ഇമ്പോസിബിളിൽ മിക്ക എല്ലാ ഹാർഡസ്റ്റ് ചാലഞ്ചസും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരുന്നില്ല, എക്സ്ട്രാ ട്രാപ്പ് ഇട്ട് ബോത്ത് ഗ്രാൻഡ് പാരൻസിനെ വെച്ച് എസ്കേപ്പ് ചെയ്യുന്നതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിനകത്താണ് ഞങ്ങൾ ഇന്ന് റോബോട്ട് ഗ്രാനിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റോബോട്ട് ഗ്രാനി കുറച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രാനിയാണ് ഇൻവിൻസിബിൾ എന്ന് അറിയപ്പെടുന്നത്. ഗ്രാനി ലെഗസി ഫ്രാഞ്ചൈസിലെ റോബോട്ട് ഗ്രാനിയാണ് ഏറ്റവും പവർഫുൾ വെർഷൻ എന്ന് പറയുന്നത്. സംഭവം കൊല്ലാൻ പറ്റത്തില്ല, നമുക്ക് പെപ്പർ സ്പ്രേ അടിക്കാൻ പറ്റത്തില്ല, വെപ്പൺസ് എനി കൈൻഡ്സ് ഓഫ് വെപ്പൺ വി ക്യാൻ നോട്ട് യൂസ് ടു അറ്റാക്ക് ഓർ കിൽ ഹെർ. ഓക്കെ, അപ്പോൾ ഈ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങൾ എക്സ്ട്രാ ട്രാപ്പ് ഇടുന്നുണ്ട്. വെർഷൻ 1.0 ആണ്, വിത്ത് ബോത്ത് ഗ്രാൻഡ് പേരൻസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞങ്ങൾ ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ ലൈവായിട്ടിരുന്ന് കാണുക. അപ്പോൾ ഗൈസ് ഈ സാധനം ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കും. ഓക്കെ, ഈ ഒരു സംഭവം വേറെ ആരും ഇത് മുട്ടയില കഥ പറഞ്ഞേ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത് ഞാൻ മാത്രമായിരിക്കും ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സാധനം ഫസ്റ്റ് ടൈം ഗ്രാനി ലെഗസിയിൽ. ഓക്കെ, 1.0 ആണ്, 1.8 റോബോട്ട് ഗ്രാനി പ്ലസ് അപ്പൂപ്പൻ പ്ലസ് പിന്നെ വേറൊരു പ്രത്യേകത കൂടെ പറഞ്ഞില്ല, റോബോട്ടെ. ഓക്കെ ഞാൻ പറയാം. അപ്പോൾ ഗൈസ് അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് EXE നൈറ്റ്മെയർ ആണ്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് വിഷ്വൽസ് ഒട്ടും കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഗൈസ് വെറും നൈറ്റ്മെയറിനെക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ലൈറ്റ് ഹൗസ്. അപ്പോൾ ഗൈസ് ഇത് മനസ്സിലാക്കി കൊള്ളുക, ഇത് ഹാർഡസ്റ്റ് ചാലഞ്ച് ആയിരിക്കും. ഓക്കെ, റോബോട്ടല്ല കയറി പോകുന്നത്. ഓക്കെ ഇവിടെ ഫോട്ടോ തള്ളിയിടാം. അപ്പോൾ ഈ ഗ്രാനി വരും ഇവിടെ. ഓക്കെ, ഹളം പോട്ട, ഓടിക്കോ. ഓക്കെ, എന്നാ ട്രിപ്പിളിക്കായിരുന്നു. ജസ്റ്റ് മിസ് ഗൈസ്. 3 പേരെ ഒരുമിച്ച് വെട്ടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഡ്രിബിളിങ്. ഓക്കെ, നിങ്ങൾ ഈസി മോഡി ഡ്രിബിൾ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. ഇത് ഇമ്പോസിബിൾ എങ്ങനെയോ ദൈവത്തിന് അറിയാം. മുട്ടയൊക്കെ എൻ്റെ എനിക്ക് പുള്ളി പൊട്ടനായിട്ട് അഭിനയിക്കുകയല്ല, പൊട്ടനാന്ന് ശരിക്കും തെളിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാനല്ലോ. പിന്നെ റോബോട്ട് ഗ്രാനി. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നൈറ്റ്മെയറും കൂടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഗൈസ് നല്ല അഗ്രസീവ് ആയിരിക്കും. അത് റോബോട്ട് ഗ്രാനി എന്ന് പറയുമ്പോഴത്തേക്കും ഗൈസ് നോർമൽ ഗ്രാനിയെക്കാട്ട് സ്ട്രോങ്കസ്റ്റ് വെർഷൻ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് എത്രത്തോളം മനസ്സിലാക്കിയത് ഈ ചാലഞ്ചിൻ്റെ ടഫ്നെസ് എത്രയാണ്. പിന്നെ ഇമ്പോസിബിളും കൂടാണ്. അപ്പോൾ ഗൈസ് പിന്നെ ഗൈസ് ഞങ്ങളുടെ ഗെയിം പ്ലെയർ ആണെങ്കിൽ ഓളോ കോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ ഗൈസ് ബ്രോയ്ക്ക് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ചാലഞ്ചുമായിട്ട് ഞാനും വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ എല്ലാവരും റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. അത് അത്രമാത്രമൊക്കെ ഉള്ളു പറയാനായിട്ട്. പിന്നെ ബ്രോയുടെ ചാനലാണെങ്കിൽ 60K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പുള്ളിയുടെ മെയിൻ ചാനലിനകത്ത്. അപ്പോൾ അത് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഞാൻ മൂവ്മെൻറ്റ്സ് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിത് അല്ലാതെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ കണ്ടതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല. ഭയങ്കര അഗ്രസീവ് എന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവായി ഗ്രാനി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പൈസ കട്ട് ചെയ്തിട്ടില്ല. ആ റോബോട്ട് നല്ല പണിയായിരുന്നു നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച്. പിന്നെ ഈ മുട്ടയും കൂടെ വരാനുണ്ട്. മുട്ടയെ കാണത്തില്ല ഗൈസ്, ഇതിനകത്ത് മുട്ട കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. പൈസ ഇത് ഒരാൾ പോലും ചെയ്തിട്ടില്ല. PC കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചിട്ടുള്ള ആരും ചെയ്തിട്ടില്ല ഈ സാധനം. അതാണ് ഗൈസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ സാധനം നേരത്തെ കളിച്ചായിരുന്നു. എന്തുമായിരുന്നു നേരത്തെ ഗ്രാൻഡ് പാരൻസ് വെച്ച് സാധാരണ കളിച്ച. അയ്യോ, പുള്ളിയുമുണ്ട് തള്ളയുണ്ട്. ഇത് 2 പേരും കൂടെ. അപ്പോൾ ഈ സാധനം പറഞ്ഞില്ല ഭയങ്കര ഹാളാണ്. PCനകത്താണ് ഈ സപ്പൂപ്പിന് ഉറങ്ങാനൊന്നും പോകുന്നില്ല. ഈ മോഡിൻ്റെ പ്രത്യേകത അതാണ്. ബഗ്ഗാണോ എന്നറിയത്തില്ല, പുള്ളി ഉറങ്ങത്തൊന്നുമില്ല, പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുക. പീസ് ഇതിനകത്താണ് ഈ മുട്ടയെ കാണാൻ പറ്റത്തില്ല. മുട്ട ഈ സ്ക്രീൻ പോലെ പിത്തിയിരിക്കുന്ന പോലെ മുട്ട ഇരിക്കുന്നത്, അതാണ് ഹീറ്റ്. അത് കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. പീസ് നിങ്ങൾക്ക് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഡ്ലോ കോഡ് എടുക്കാം. ഇപ്പോൾ ഈ സാമർ അവിടെ തന്നെ കിടപ്പുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, 2% ഉള്ളേ, 2% ചാർജ്. അയ്യോ, ഓക്കെ കുറച്ച് ശ്രദ്ധിച്ച് കളിക്കുക. ഞാൻ ഇതൊന്നും കൊണ്ട് കുത്തിയിടണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, കുത്തിയിട്ടിട്ടുണ്ട്. 2% വെച്ചിട്ടാണ് ക്ലച്ച് ചെയ്യാൻ പോകുന്നത്. ആരും ചെയ്യാത്ത സാധനം ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലച്ച് എന്ന് പറയും. അപ്പോൾ ഗൈസ് ഇതിനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തുവാ ഷോട്ട് ഗൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ക്രോസ് ബോ പറ്റത്തില്ല. അയ്യോ മുട്ട പുള്ളി എവിടെ നിന്ന് കണ്ടടാ.
പുള്ളി മണ്ടയ്ക്കൊന്നും കണ്ടോ കേട്ടോ. അയ്യോ അതാ ഗൈസ് പെട്ടെന്ന് നിർത്തിയേ. പുള്ളി മണ്ടയ്ക്കൊന്നും കണ്ടേ. ഇപ്പോൾ ഷോർട്ട് ഗണ്ണിന് എക്സ് തന്നേനെ. ഗൈസ് പറഞ്ഞില്ല. പിന്നെ ഷോർട്ട് ഗണ്ണിന് കൊല്ലാൻ പറ്റത്തില്ല. സിംഗിൾ ആണെങ്കിൽ ഡബിൾ ബാരലാണെങ്കിൽ ഒന്നിനും പറ്റത്തില്ല. ഇത് മുട്ട പോന്നോ കാണിക്കാം കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ല കളർ പോലെ തന്നെയാണ്. ഭിത്തിയുടെ കളർ എങ്ങനെയാണ് അതേപോലെ തന്നെ പുള്ളിയുടെ ടെക്സ്ചറും കൂടെ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്ക് നേരെ ഓക്കെ എന്തുവായിരുന്നു. അയ്യോ ജസ്റ്റ് യൂസ്. അയ്യോ ഗ്രാനി വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കട്ടിംഗ് പ്ലേസ് നേരത്തെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ റോബോട്ട് എന്ന സമയത്ത്. അതെടുത്ത് നേരെ ഞങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഗൈസ് ഞങ്ങളുടെ ഐറ്റംസ് ഒട്ടും കാണാൻ പറ്റത്തില്ല. ഈ തറയുടെ കളറും കറുപ്പ്, ഈ ഐറ്റംസിൻ്റെ കളറും കറുപ്പ്. എന്തോ ഇത് മനുഷ്യനൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളിയുടെ കളറാണ് ഏറ്റവും ഹിറ്റ്. പിന്നെ ഈ റോബോട്ട് ഗ്രാനിക്ക് പിന്നെ വെള്ള കളർ ഉള്ളതുകൊണ്ട് തന്നെ സ്പോട്ടിയും കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ഈ ടക്ക് എന്ന് പറഞ്ഞ ഒച്ചയുണ്ട്. പതുക്കി ഇറങ്ങാം. മുട്ട എവിടെയായാലും കാണാം. എനിക്ക് പേടി മുട്ട പ്രൈം, ഇൻവിൻസിബിൾ ഗ്രാനി, റോബോട്ട്, പിന്നെ സ്പെക്ട്രൽ 1v4 സിറ്റുവേഷൻ. ദിസ് ഈസ് എ 1v4 സിറ്റുവേഷൻ. ആരും ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാം ഇതെല്ലാവർക്കും പറ്റുമെന്നുള്ളത്. എൻ്റെ കൈ ശ്രമിക്കുന്നുണ്ട്. അയ്യോ ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇത്ര സമയം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ടഫ്നെസ് എത്ര ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുട്ടയുടെ ഷോർട്ട് കളറുണ്ട്, ചുവന്ന ഷോർട്ട്. അയ്യോ ഓക്കെ ആണ്. മുട്ട തിരിച്ച് കയറുന്നു. ഈ റോബോട്ടും കൂടെ തിരിച്ച് കയറണം. പക്ഷേ ഞങ്ങളുടെ സാധാ റോബോട്ടും അല്ല, റോബോട്ട് ഗ്രാനി കൊല്ലാൻ പറ്റത്തില്ല. അതാണ് ഞാൻ മെയിൻ പറയുന്നത്. കൊല്ലാൻ പറ്റത്തില്ല. വെരി അഗ്രസീവ്. എസ്പെഷ്യലി നൈറ്റ്മെയറും കൂടെ ആഡാക്കിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും ഗ്രാനി. ഓക്കെ അപ്പോൾ ഈ സാധാ ഗ്രാനിയൊക്കെ ഇരട്ടി അഗ്രസീവായിട്ട് വരുന്ന ഈ കേസ് അപ്പൂപ്പനെ പോലെ തന്നെ ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനിമിയാണ് റോബോട്ട് ഗ്രാനി. അപ്പൂപ്പനേക്കാൾ സാധാരണ ഗ്രാനിയേക്കാളും കൂടുതൽ കുറച്ചും കൂടെ അഗ്രസീവ് ആവാറുള്ള അപ്പൂപ്പനാണ്. പക്ഷേ ഈ റോബോട്ട് ഗ്രാനിയുടെ മുന്നേ അപ്പൂപ്പൻ്റെ അഗ്രസീവ്നെസ് കുറച്ച് കുറവാണ്. എന്നും വെച്ച് പുള്ളി ഇമ്പോസിബിളി പേടിക്കണം കേട്ടോ. പുള്ളി ലോങ് റേഞ്ചിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എക്സോട്ട് അടിക്കുക. സ്നൈപ്പറിന് അടിക്കുന്ന പോലെ പുള്ളി അടിക്കുന്നത്. ആണ്ട് വരുന്നു 100 ആയിസ് കേട്ടോ. സ്നൈപ്പറിന് അടിക്കുന്ന പോലെ പുള്ളി എക്സോട്ട് അടിക്കുന്നത്. അതാണ് ഹിറ്റ്. ഈ മുട്ട താഴെ പോകുന്ന ഷോർട്ട് ഗണ്ണും പിടിച്ചോണ്ട് ഈ മുട്ട വെട്ടിച്ച് കയറാൻ മണ്ടയ്ക്ക്. ഓക്കെ ട്രിപ്പിളൊക്കെ ചെയ്തില്ലേ. പിന്നെ ഇതൊക്കെ എന്ത് ഇത് നിങ്ങൾക്ക് നേരെ മണ്ടക്കത്തെ വേറെ കട്ട് ചെയ്യാം. താഴത്തെ ആമ ചെയ്തായിരുന്നു. ഓക്കെ നിങ്ങൾക്ക് നേരെ ഇവിടെ ചെന്ന് ആക്ടിവേറ്റ് ആക്കാം. മുട്ട പൊട്ടിയില്ല. മുട്ട ചത്തിട്ടില്ല കേട്ടോ. മുട്ട പൊട്ടിയില്ല. അയ്യോ ഓക്കെ ഇവിടെ താഴെ ഇരിക്കാവേ. ഈ റോബോട്ട് ഇടയ്ക്ക് ഒച്ച ഉണ്ടാക്കാം. അതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. ഒരു തവണ പൊക്കുകയും ചെയ്തു. ഓക്കെ അട്രാ നിൽക്കുന്നു കണ്ടോ. ഈ ഓൺ ദ സ്പോട്ട് ഈ വീഡിയോ കേട്ടോ. റോബോട്ടും കുറച്ച് അഗ്രസീവ് കേട്ടോ. അയ്യോ തള്ളയം വന്നിപ്പോൾ ഉണ്ട്. റോബോട്ട് ഗ്രാനി വന്നതോടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നല്ല സേഫ്റ്റി ഉണ്ട്. ഇതിനകത്ത് സേഫ് ഓർണ മാസ്റ്റർക്ക് കിട്ടും. 365 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സീറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ മുട്ട ഏത് വശത്ത് പോകുന്ന ആർക്കറിയാം. മുട്ട പൊട്ടിയില്ല. ഞങ്ങൾ ആക്ടിവേറ്റ് ആക്കിയപ്പോൾ ഗ്രാനി അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഉണ്ടോ അതെന്തോ അത് കിടക്കുന്നേ. ട്രാപ്പല്ല അത് അത്രയും കിടക്കുന്നത്. അയ്യോ 1 2 ആണ്ട പോകുന്നു. കൈയും വീശി പോകുന്ന പോക്ക് കണ്ടോ. ഉള്ള ട്രാപ്പല്ലിട്ട് ഇന്നും ട്രാപ്പ് ഇടാൻ പറ്റും കേട്ടോ. ഞാൻ വെച്ചു റോബോട്ട് ഗ്രാനിക്ക് ട്രാപ്പ് ഇടാൻ പറ്റും. പക്ഷെ അതും പറ്റും. എന്തൊരു തള്ളയാണ് ഇത്. അയ്യോ എന്തുവാടാ ഇത് പറ്റത്തില്ല. ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ വേണം കുറച്ച് കഴിവ്. ഓക്കെ ഓ മൈ ഗോഡ് വാത്ത. അയ്യോ ആരാ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ക് വേണം. ആ 3 ട്രാപ്പ് വെട്ടിച്ച് വന്ന് അത് റോബോട്ട് തെള്ളിയിട്ട കേട്ടോ. ഞങ്ങൾ ആ താഴെ ഇരുന്നപ്പോൾ ട്രാപ്പ് അവിടെ അല്ല കാണുന്നത്. റോബോട്ട് തെള്ളിയിട്ടാണ്. റോബോട്ടിൻ്റെ പരിപാടിയല്ല. ഓക്കെ പാളിലോ കീ എടുക്കാം. നിങ്ങൾ കോളും ചെയ്ത് നിങ്ങൾ എന്തുമായിരുന്നു ഇതും ചെയ്ത് കഴിഞ്ഞു. എന്തുമായിരുന്നു നിങ്ങൾ വയസ്സും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഹാമറിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ പാളിലോ കീയുടെ പരിപാടിയുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് മാസ്റ്റർ കീ എടുക്കുക. നേരെ സ്കിപ്പ് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഗൈസ്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാതെയാണ് ഗൈസ്. ടോട്ടൽ എക്സ്പീരിയൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് നിൽക്കേണ്ടതായിട്ട് വരും. പുള്ളിയുടെ മൂമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോറി. ഓക്കെ താഴോട്ട് ഇട്ടേക്കാൻ ചില ഇടയ്ക്ക് പണി തരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് താഴെ ഇട്ടില്ലെങ്കിൽ നമുക്ക് നല്ല അടി കിട്ടും. അപ്പോൾ ഹൈലി അഗ്രസീവ് ഗൈസ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നു. വട്ടയൊക്കെ ഞാനിയെ പോലല്ല. ചുമ്മാ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് ഗൈസ്. ഇത് വിഷു സ്പെഷ്യലാണ്. എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ടാർഗറ്റ് എത്ര
ഒരു 25 ലൈക്സ് ഞാൻ വെക്കുവാണ്. ഇതിലായിട്ട് 30 ഇറങ്ങിയിട്ട് 12 മോളിൽ കയറുന്നില്ല ലൈക്ക് ചെയ്യുക കേട്ടോ. ഇല്ല കേട്ടോ ഗൊമ്മാനെ ട്രാപ്പാണല്ല കിടക്കുന്നത്. വാത്ത ഓക്കെ. മുട്ടയെ കാണുന്നില്ല. മുട്ട ഈ ഡാർക്ക്നെസ്സിനകത്തൂടെ കയറി കഴിയുമ്പോൾ കാണാൻ പോലും പറ്റത്തില്ല. അതും കറുപ്പ് ഓക്കെ കേസ് പതുക്കെ വെക്കാം. ഉയ്യോ തിരിച്ചെറിക്കും. ഓക്കെ നമുക്ക് ട്രാപ്പ് ഡിസേബിൾ ചെയ്യാം. ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിനി താഴോട്ടൊന്ന് വയ്ക്കാം. മുട്ട എപ്പോൾ വേണമെങ്കിലും താഴോട്ട് വരാം. അതല്ലേ ആ ഗ്രാനി അല്ലേ നിൽക്കുന്നത് ഗൈസ്. ആ ഗ്രാനി പോകണം. മണ്ടക്കെങ്ങാണ്ട് ട്രാപ്പ് ഇട്ടാൽ ഞാൻ തീർന്നു. ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ ഗൈസ് ആണ്ട തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ എപ്പോഴാടാ ട്രാപ്പ് കിടക്കുന്നത് അത് കണ്ടോ പൈസ അങ്ങ് കയറിങ്ങിടാം. ഓക്കെ മുട്ട വരല്ലേ. അയ്യോ ആരാ പോയത്? റോബോട്ട് ഗ്രാനിയില്ല. മുട്ടയാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. ഒച്ച കേൾക്കാത്തതുകൊണ്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇതാ ഗ്രാനിയാണ്. ഇപ്പോൾ അവിടെ പിന്നെ നിപ്പുണ്ട്. ഓക്കെ ആരാണ്ടോ ഇടിച്ചിട്ടൊക്കെ കൊണ്ടാണ് കൈസ് അങ്ങോട്ട് കയറിയിരിക്കുന്നത്. അയ്യോ ആണ്ട അടുത്തത് അത് പിന്നെ ഐറ്റംസിന് മണ്ടയ്ക്കോട്ട് ട്രാപ്പ് ഇട്ടുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഗൈസ്. റോബോട്ട് ഞങ്ങൾക്ക് കുറച്ച് സഹായമാവും ഈ സമയത്താണ്. ഇതുപോലത്തെ സന്ദർഭങ്ങളിലാണ് ഗ്രാനിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ തന്നെയാണ് റോബോട്ട് വന്നത്. മുട്ടയെ പിന്നെ പറ്റത്തില്ല. ഈ മുട്ടയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് മുട്ടയുടെ ഈ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഡാർക്ക്നെസ്സായിട്ട് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇമ്പോസിബിളിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഓക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആമർ എടുക്കുക. അതിനാണ് ഗൈസ് ഇങ്ങനെ കറങ്ങി വന്നത്. അല്ലെ കാണാൻ പോലും പറ്റത്തില്ല. എവിടാണ് ഈ മുട്ട? ഓക്കെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്. വൺ ഓഫ് ദ ആബ്സൂട്ട് സിനിമാറ്റിക് മൂമെൻറ്റ്സ് ആണ് ഈ ഗെയിം പ്ലേയിലൂടെ കാണിക്കുന്നത്. കണ്ടോ ഗൈസ് മുട്ട ഞാൻ പറഞ്ഞില്ല കാണാൻ പറ്റത്തില്ല. ഇത് രണ്ടുപേരും ഒരുമിച്ച് വിളിക്കാം. എനിക്ക് ഈ റോബോട്ട് ഗ്രാനിയില്ല. എനിക്ക് ഈ മുട്ട എപ്പോഴും പേടി. എൻ്റെ നെമസിസാണ് ഈ മുട്ട. ഈ മുട്ട എങ്ങനെ തീർക്കണമെന്ന് കാണിക്കാം. പ്ലീസ് രണ്ടുപേരും ചത്തിട്ടില്ല. അതാണ് വേറെ സംഭവം. കഴിഞ്ഞാണ് ഞങ്ങൾ ഇതെന്തോന്നു ട്രാപ്പ് ഞങ്ങൾ ഡെക്നോട്ട് ചെയ്ത സമയത്തേക്ക് ഗ്രാനിയും ഗ്രാൻപയും 15 സെക്കൻഡത്തേക്ക് എക്സ്പ്ലോഡ് ആയി പോയായിരുന്നു. ആ സമയം വെച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇതിനകത്ത് റോബോട്ട് ഗ്രാനി ആയതുകൊണ്ട് തന്നെ ഇൻവിൻസിബിൾ ആണല്ലോ ടെക്നിക്കലി. അതുകൊണ്ട് പുള്ളിക്കാലത്ത് എലിമിനേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ മുട്ടയും കിട്ടാൻ പാടാണ് ഗൈസ്. മുട്ടയാണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ടൊന്നും പോത്തേ ഇല്ല ഇതിന് ഈ മോഡിനകത്ത്. ഓക്കെ ഗൈസ് ഞങ്ങൾ ചാർജറിൽ നിന്ന് ഫോൺ ഊരിയിട്ടുണ്ട്. ക്ലച്ച് മുട്ട കൂട്ടി. പിന്നെയും ഇതുപോലെ ആയിരുന്നു ഞാൻ ഇതുപോലെ ഒന്നും കഴിഞ്ഞ വീഡിയോ ഇതുപോലെ ചെയ്തപ്പോഴത്തേക്കും മുട്ട മണ്ടയ്ക്കൊന്ന് എക്സ്ഷോട്ട് അടിച്ചത്. മിസ് ഇത് ഇത്തവണ മുട്ട കീഴേന്നാണ് എക്സ്ഷോട്ട് അടിച്ചത്. കുഴപ്പമില്ല. ഡേ 3 ഓക്കെ ഞങ്ങൾ ഇനി എസ്കേപ്പ് ചെയ്താൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഈ ഇടയ്ക്ക് മെസ്സേജ് വന്നു അതുകൊണ്ടാണ്. ഓക്കെ ഞങ്ങളെ ഇനിയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മാസ്റ്റർക്ക് എടുത്ത് എസ്കേപ്പ് ചെയ്താൽ മതി. പ്ലീസ് മുട്ടയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ മുട്ട പണിയും. മുട്ട ലോങ് റേഞ്ചിൽ നിന്ന് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. പൈസ നമുക്ക് നേരെ ഇതറിയാം. അപ്പോൾ ഇത് വേറെ ആരും ചെയ്തിട്ടില്ല ഈ ഒരു ചാലഞ്ച്. ഞങ്ങളുടെ റോബോട്ടിക് ഗ്രാനിയെ വെച്ച് കളിക്കുന്ന കുറവാണ് ഗൈസ്. അതാണ് ഹിറ്റ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. മുട്ട വരുന്നുണ്ട് പുറകിൽ. മുട്ട ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യാനായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരൻ എവിടെയാണോ? അയ്യോ ഓക്കെ നേരം മാസ്റ്ററൊക്കെ എടുക്കുക. ഇനി രണ്ടിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും അറിയുക. മുട്ട വരുന്നുണ്ട്. മുട്ട അവിടെ തന്നെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ കയറി വരുന്നതിന് താങ്ക്സ്. പൈസ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാൻ വരുന്നുണ്ട്. ചെയ്തിട്ട് പൊക്കോട്ടെ. എന്നിട്ട് ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ മുട്ട പോയി. ഇനി കയറുക. മുട്ട ഇനി ഏതെങ്കിലും മണ്ടക്കോട്ടോ അല്ലെങ്കിൽ സൈലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ പൈസ ഞങ്ങൾക്ക് ഗ്രാനിയെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് വേണം മണ്ടക്കോട്ട് കയറാനായിട്ട്. തട്ടിയിടുക. റോബോട്ട് ഗ്രാനി ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പൊക്കോളൂ. ഓക്കെ റോബോട്ട് വെടിവെച്ചല്ലേ? അത് എന്നെ വെടിവെച്ചിട്ടാ. ബട്ട് ഞങ്ങൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഞങ്ങൾ ഈ സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ അങ്ങനെ സ്ട്രോങ്ങസ്റ്റും അല്ലാതെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അത് ഗ്രാനി ലെഗസിയിലെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ചാലഞ്ചാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് എന്ന് പറയാമോ? ആർക്കറിയാം. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.